അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രപ്രധാനമായ ഒരു സ്ഥലമാണ് മദാഇൻ സ്വാലിഹ്. ഞാനിപ്പോൾ മദാഇൻ സ്വാലിഹിൽ അതിൻ്റെ ആ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. വഇലാ സമൂദ അഖാഹും സ്വാലിഹൻ ഫഖാല യാ ഖൗമി അഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്കും ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വാലിഹ് നബി അലൈഹിസ്സലാം ഇവിടെ പരിശുദ്ധ ഇസ്ലാം മത പ്രബോധനം നടത്തിയ സ്ഥലം. അക്രമികളായ സമൂദ് ഗോത്രക്കാർ അവർ ഇസ്ലാം മതം വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നത് വലിയ ഒരു വിഷമമായി മാറി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇലാഹിൽ വിശ്വസിക്കണമെങ്കിൽ വ്യക്തമായൊരു ദൃഷ്ടാന്തം കാണിച്ചു തരണം. ആ വ്യക്തമായ ദൃഷ്ടാന്തം കാണിക്കണം. എന്ത് ദൃഷ്ടാന്തമാണ് കാണിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങൾക്ക് ഈ മലമുകളിൽ നിന്ന്, മലയുടെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകം ഇങ്ങോട്ട് വരണം, എന്നാലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു. അല്ലാഹു തആല ആ ദൃഷ്ടാന്തം അവർക്ക് കാണിച്ചു കൊടുത്തു. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മുഅ്ജിസത്തായി ഒരൊട്ടകം പുറപ്പെട്ടു. ആ ഒട്ടകം, ഒരു മലക്കുള്ളിൽ നിന്ന് ഒട്ടകം പുറത്തേക്ക് വന്നപ്പോൾ അവ അത്ഭുതമായി. അത്ഭുതത്തോടെ നോക്കി നിന്നു എന്നല്ലാതെ അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ അവർ അക്രമികളും തമ്മാടികളുമായ ഒരു വിഭാഗം ആളുകൾ, ഏറ്റവും വലിയ അക്രമികളായ 4 പേർ ആ ഒട്ടകത്തെ ആക്രമിക്കാൻ തുടങ്ങി, കളിയാക്കാനും പരിഹസിക്കാനും തുടങ്ങിയപ്പോൾ, സാലിഹ് നബി അലൈഹി ഇസ്ലാമയെയും ഒട്ടകത്തെയും കളിയാക്കാൻ തുടങ്ങിയപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ആക്രമിക്കരുത്, ഒട്ടകത്തെ ആക്രമിക്കരുത്, കാരണം അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് അവരോട് പറഞ്ഞു. പക്ഷെ അതവർ സ്വീകരിക്കാതെ ആ ഒട്ടകത്തെ അവർ അറുത്തു. ഒട്ടകത്തെ അറുത്തപ്പോ സ്വാലിഹ് നബി അലൈഹി സ്വലാമിയോടും വിശ്വസിച്ച ആളുകളോടും അവിടുന്ന് പുറപ്പെടാൻ പറഞ്ഞു, പെട്ടെന്ന് പുറപ്പെടുക. അങ്ങനെ അല്ലാഹു തആല ഈ സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ജനതകളാകുന്ന, അക്രമികളാകുന്ന മുശ്രിക്കീങ്ങളെ, കാഫിരീങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു എന്നതാണ് ഇവിടുത്തെ ചരിത്രം. മലകളുടെ ഉള്ളിൽ ദ്വാരമുണ്ടാക്കി വീടുകൾ അങ്ങനെയായി ഇവിടെ കാണുന്നതൊക്കെ. വലിയ ചരിത്രമുള്ള വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹിജ്ർ എന്ന സ്ഥലമാണ് ശരിക്കത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹിജ്ർ എന്ന സ്ഥലമാണ് ശരിക്ക് മദാഇൻ സ്വാലിഹ് എന്ന സ്ഥലം. പരിശുദ്ധ ഇസ്ലാമിക ചരിത്രത്തിൽ ഇത് കാണുമ്പോൾ ഫസീറു ഫിൽ അർളി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, അള്ളാഹുവിനെ കളവാക്കിയ ആളുകളെ ഭൂമിയിലൊന്ന് നടന്ന് കാണണം, ആ രംഗം കാണണം. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ ഇത് നമുക്ക് കാരണമായി തീരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിർത്തിയില്ലേ?